സംസ്ഥാനത്ത് ആശങ്കയായി വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശികളായ 2 യുവാക്കൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, റീജിത്ത്, മലബാർ മേഖലയിൽ മാത്രം നേരത്തെ സ്ഥിരീകരിച്ചിരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്തും സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശികൾക്കാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 യുവാക്കളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി കടുത്ത പനിയുമായി നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശിയായ ഒരു യുവാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലെത്തിയിരുന്നു. 23-ാം തീയതി ഈ യുവാവ് മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഈ യുവാവിന്റെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഈ മാസം 2-ന് ആ മരണപ്പെട്ട യുവാവിന്റെ സഹോദരനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമാന ലക്ഷണങ്ങളുമായി അഡ്മിറ്റ് ചെയ്തു. അതിന് പിന്നാലെ ആ അഡ്മിറ്റ് ചെയ്ത ആളുടെ മറ്റൊരു സുഹൃത്തിനെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ 2 പേരിൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൈക്രോളജി വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇവരുടെ തലച്ചോറിൽ അമീബയുടെ വകഭേദമായ നീഗ്ലേറിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഈ 3 യുവാക്കൾ, അതായത് 23-ാം തീയതി മരിച്ച നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശിയും പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 2 പേരും ഈ നെയ്യാറ്റിൻകര വെൺപകലിന് സമീപമുള്ള ഒരു കുളത്തിൽ കുളിച്ചതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇതിനോടകം ഈ കുളം ആരോഗ്യവകുപ്പ് സീലും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണ മലിനജലത്തിൽ കുളിക്കുമ്പോഴാണ് ഈ ശരീരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. വലിയ മരണനിരക്ക് 90% മുകളിലാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക് ഉള്ളത്. പക്ഷേ ഈ 2 പേരിൽ, നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ഈ 2 പേരിൽ നേരത്തെ തന്നെ രോഗം കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രോഗം എത്രയും വേഗം ഭേദമാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് നിലവിൽ ഡോക്ടർമാരും പ്രകടിപ്പിക്കുന്നത്. താങ്ക് യു MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.